എല്ലാവർക്കും ഫിൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്യേണ്ടത് എന്നാണ്. ഗൂഗിൾ പേയിൽ എങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങണം, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, എന്നിട്ട് എങ്ങനെ ഗൂഗിൾ പേ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോട്ട് നിരോധനം വന്ന സമയത്ത് ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ ആയിരുന്നു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആപ്സ്. അപ്പൊ ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ ഉള്ളവർ ഈസി ആയിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അന്ന് കാലത്ത് ഈ നോട്ട് നിരോധനം വന്ന സമയത്ത് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ചെയ്യാത്ത ആൾക്കാർ വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ പിന്നെ ഇപ്പൊ 2020 എത്തി നിൽക്കുമ്പോഴേക്കും ഒരുവിധം എല്ലാവരും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് വഴിയാണ് പണം സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് തുടങ്ങണം. വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഗൂഗിൾ പേ. നമ്മുടെ കയ്യിൽ പേഴ്സ് വെച്ച് നടക്കേണ്ട ഒരാവശ്യവും പിന്നെ ഇല്ല. ഇപ്പൊ ഒരുവിധം ഏത് ചെറിയ കടയിലാണെങ്കിൽ പോലും ഗൂഗിൾ പേയും ഫോൺ പേയും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ നമ്മൾ കയ്യിൽ പേഴ്സ് വെച്ച് പണം നഷ്ടപ്പെട്ടു പോകുന്ന ടെൻഷനൊന്നും വേണ്ട. കയ്യിൽ നമ്മുടെ ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, അത് മാത്രം മതി നമുക്ക്. നാടോടുമ്പോ നമ്മളും നടുവേ ഓടണമല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഗൂഗിൾ പേ യൂസ് ചെയ്യാമെന്നും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെ അതിന് വേണമെന്നും നമ്മൾ പഠിക്കും. നിങ്ങളപ്പോ ചാനലിൽ പുതിയതാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ ഇതുപോലത്തെ ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾ ഈ ചാനലിൽ ഇഷ്ടമായി ഇടുന്നതായിരിക്കും. അപ്പൊ ചാനലിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടത് ഒരു ഇമെയിൽ ഐ ഡി ആണ്. അത് ഒരുവിധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ട രണ്ടാമത്തെ കാര്യമാണ് ഒരു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. ഇനി അവസാനമായിട്ട് മൂന്നാമത് നമുക്ക് വേണ്ടത് ഒരു ഡെബിറ്റ് കാർഡാണ്. അപ്പൊ ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഗൂഗിൾ പേ നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇനി ഫോണിന്റെ സ്ക്രീനിൽ നോക്കി പഠിക്കാം. ഇപ്പൊ നമ്മൾ ഫോൺ സ്ക്രീനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ഡെബിറ്റ് കാർഡും വേണമെന്ന്. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ പ്ലേ സ്റ്റോർ ഇപ്പം നിങ്ങളുടെ ഐഫോൺ ആണ് എന്നുണ്ടെങ്കിൽ iOS ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലായിരിക്കും പോകേണ്ടി വരിക. അപ്പോൾ രണ്ടിലെയും പ്രോസസ്സ് സെയിം ആണ്. നിങ്ങൾ ആൻഡ്രോയിഡിലാണെങ്കിൽ പ്ലേ സ്റ്റോർ, iOSലാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോവുക. അതിനുശേഷം നമ്മുടെ സെർച്ചിൽ പോയിട്ട് നമ്മൾ ഗൂഗിൾ പേ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഗൂഗിൾ പേ എന്ന് എഴുതി കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണിക്കും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കിനി രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഗൂഗിൾ പേയുടെ ആപ്പിൽ പോയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി അതിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ പേൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേയുടെ ആപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അത് കഴിയുമ്പോൾ ഇവർ ആഡ് അക്കൗണ്ട് എന്ന് ചോദിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഈ ആഡ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്താണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇനി അവർ ചോദിക്കാൻ നിങ്ങളുടെ പാസ്വേഡാണ്. അപ്പോൾ അതും കൂടി ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് ചൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ബാങ്കിൻ്റെ IFSC കോഡ്, ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഞാനത് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി അത് രണ്ടാമത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിനി ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. എനിക്ക് ഓൾറെഡി ഞാൻ ഗൂഗിൾ പേയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് എനിക്കിനി രണ്ടാമത് തുടങ്ങാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളിവിടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഫോൺ നമ്പറും ഒക്കെ അടിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്ന ഇൻഫോർമേഷൻ, ബാങ്കിൻ്റെ പേര് ചോദിക്കും, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് നമ്പർ, IFSC കോഡ്, ഇങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും, ബാങ്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ അതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ആയ ഗൂഗിൾ പേ അക്കൗണ്ടിൽ എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി അക്കൗണ്ട് തുടങ്ങിയത് കൊണ്ട് ഞാൻ എല്ലാ സ്റ്റെപ്സും നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. പക്ഷേ ഞാൻ ആദ്യം കാണിച്ച 3-4 സ്റ്റെപ്സ് കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് സ്റ്റെപ്പും കൂടി ഉള്ളത്. ബാങ്ക് അക്കൗണ്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങളുടെയും ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടും.
അപ്പോൾ നിങ്ങൾ അവിടെ ജസ്റ്റ് അവർ ചോദിക്കുന്ന ഇൻഫോർമേഷൻ, ഇപ്പോൾ IFSC കോഡ് എന്നുണ്ടാവും, അതിൻ്റെ അടിയിൽ നിങ്ങളുടെ IFSC കോഡ്, അതുപോലെ കാർഡ് നമ്പർ ഉണ്ടാവും, അതിൻ്റെ അടിയിൽ നിങ്ങളുടെ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആവും. ഓൺ സ്ക്രീൻ ഇൻസ്ട്രക്ഷൻസ് ഗൂഗിൾ നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് അത് വായിച്ചിട്ട് അതിനെ ഫോളോ ചെയ്യേണ്ട കാര്യം മാത്രമുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഗൂഗിൾ പേയുടെ ആപ്പ് ഓപ്പൺ ആയി, നമ്മൾ അക്കൗണ്ട് തുടങ്ങി. അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഒരാൾക്ക് കാശ് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ആളുടെ നമ്പർ നമ്മുടെ ഫോണിൽ ഓൾറെഡി സേവ്ഡ് ആയിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ സെർച്ച് ചെയ്ത് നമുക്ക് കാശ് അയക്കാം. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൻ്റെ അടിയിൽ, സ്ക്രീനിൻ്റെ അടിയിൽ കണ്ടാൽ നിങ്ങൾക്ക് ന്യൂ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ന്യൂ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സെർച്ച് ഫോർ പീപ്പിൾ എന്ന് മുകളിൽ കാണാം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് വേണ്ട നമ്പർ നമുക്ക് ഡയൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്പർ ഡയൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പേര്, ഓൾറെഡി പേര് സേവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ടൈപ്പ് ചെയ്യാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേര് ടൈപ്പ് ചെയ്താൽ ആ ഫ്രണ്ടിൻ്റെ പേര് ഓൾറെഡി നമ്പർ സേവ് ആയതുകൊണ്ട് ആ പേര് മുകളിൽ വരും. അപ്പോൾ എനിക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിന് ഇവിടെ പണം അയക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അടിയിൽ പേ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ? അപ്പോൾ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേണ്ട എമൗണ്ട് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഇനി റിക്വസ്റ്റ് ചെയ്യാൻ എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ അവരോട് പണം അയച്ചു തരാൻ നമ്മൾ അവരോട് പറയുകയാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, ഇനി നമുക്ക് അവർക്ക് പണം പേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പേ അമർത്തും. പേ അടിച്ചിട്ട് എത്ര രൂപയാണ് നമുക്ക് പേ ചെയ്യേണ്ടതെന്ന് നമ്മൾ അടിക്കും. ഇപ്പം എനിക്ക് 123 രൂപ അയക്കണമെന്ന് തോന്നിയാൽ ഞാൻ അത് അടിക്കും. എന്നിട്ട് വാട്ട്സ് ദിസ് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് നമ്മൾ കാശ് അയക്കുന്നത് എന്ന് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട. എന്നിട്ട് നമ്മൾ ഈ അടുത്ത ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ്, അത് വാട്ട്സ് ദിസ് ഫോർ അത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി. അതിനുശേഷം അവർ പ്രൊസീഡ് ടു പേ എന്ന് കാണിച്ചിട്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പണം അയക്കാനുള്ള സ്ഥലത്തോട്ട് പോകും. അപ്പോൾ അവർ ഇപ്പം ലൊക്കേഷൻ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ടേൺ ഓൺ ചെയ്താൽ അവിടെ ലൊക്കേഷൻ ഓൺ ആയി കിട്ടും നമുക്ക്. അപ്പോൾ അതിനുശേഷം പേയ്മെൻറ്റ് പ്രോസസ് ആവും. അതിനുശേഷം നമ്മൾ നമ്മുടെ UPI ID ഇവിടെ അടിക്കണം. അപ്പോൾ UPI ID നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ് UPI ID. അതൊരു 6 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അത് നിങ്ങൾ വേറെ ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ ആ നമ്പർ വേറെ ഒരാൾക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്കും നിങ്ങളുടെ ആപ്പ് വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ അവരുടെ ഫോണിലേക്കൊക്കെ കാശ് അയക്കാം. അപ്പോൾ പിന്നിൻ്റെ നമ്പർ നിങ്ങളിവിടെ അടിച്ചിട്ട് ഈ ബ്ലൂ ടിക്ക് മാർക്കിൽ അമർത്തി കഴിഞ്ഞാൽ പണം ട്രാൻസ്ഫർ ആവുന്നതാണ്. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ് പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഗൂഗിൾ പേ വഴി. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഫ്രണ്ടിന് നമ്മൾ നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഡയൽ ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ പേര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേര് അടിച്ചിട്ടോ നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി അതിന് പകരം നമ്മൾ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് എങ്ങനെയാണ് പണം സെൻഡ് ചെയ്യുന്നത് നമ്മളിനി മനസ്സിലാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ മുകളിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മുകളിൽ നിങ്ങളൊരു QR കോഡിൻ്റെ ഓപ്ഷൻ കണ്ടില്ലേ, അതുമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് സ്കാനർ ഓപ്പൺ ആയി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വല്ല കടയിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ QR കോഡിൻ്റെ ഒരു പേജ് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ QR കോഡിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫോൺ നേരെ അവരുടെ QR കോഡിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഫോൺ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച പ്രോസസ് UPI ID അടിച്ചിട്ട് ടിക്ക് അടിച്ചാൽ ആ കടയിലെ ഉടമസ്ഥന് പണം പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ QR കോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ കടയിൽ പോയിട്ട് ആ എംബ്ലം അമർത്തിയാൽ ഇങ്ങനെ ആപ്പ് ഇങ്ങനെ ഓപ്പൺ ആവും. അതിനുശേഷം നിങ്ങൾ QR കോഡ്, ആ മുന്നിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ UPI പിന്നടിക്കേണ്ട സ്ഥലത്തോട്ട് എത്തും. അപ്പോൾ പിന്നടിച്ചിട്ട് ആ ബ്ലൂ ടിക്ക് അമർത്തി കഴിഞ്ഞാൽ, അടിയിലെ ടിക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പണം സെൻഡ് ആവുന്നതാണ്. ഇപ്പം നമ്മൾ പഠിച്ചു എങ്ങനെയാണ് മൊബൈൽ നമ്പർ വഴി പണം അയക്കേണ്ടതെന്നും അതുപോലെ തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കേണ്ട ആവശ്യമെന്നും നമ്മൾ ഇപ്പം മനസ്സിലാക്കി അല്ലേ? അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കൂട്ടുകാർക്കൊക്കെയാണ് പണം അയക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് അത് സേവ് ചെയ്ത് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഡയൽ ഇവിടെ ഈ ന്യൂ പേയ്മെൻറ്റിൽ അത് ചെയ്തിട്ടോ ആയിരിക്കും നമ്മൾ പണം സെൻഡ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം കടകളിലാണ് എന്നുണ്ടെങ്കിൽ അവരുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ടായിരിക്കും പണം നമ്മൾ സെൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഞാൻ എൻ്റെ മൊബൈൽ റീചാർജ് ചെയ്യുക വീട്ടിലിരുന്നിട്ട് എന്ന്. അപ്പോൾ മൊബൈൽ നമുക്ക് QR കോഡ് വഴി സ്കാൻ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നത്, QR കോഡ് ഇല്ല. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ഈ ന്യൂ പേയ്മെൻറ്റിനെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ റീചാർജ് എന്ന് കണ്ടില്ലേ, ബിൽ പേയ്മെൻറ്റ്, മൊബൈൽ റീചാർജ്, അതിൻ്റെ അടിയിൽ ബാങ്ക് ട്രാൻസ്ഫർ, ഫോൺ നമ്പർ, UPI അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മൊബൈൽ റീചാർജ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമ്മ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ റീചാർജുമ്മ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ഡയൽ ചെയ്ത് കൊടുക്കുക.
ഇപ്പൊ മൊബൈൽ നമ്പർ ഡയൽ ചെയ്ത് കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഏത് സർവീസ് പ്രൊവൈഡറിന്റെ അടുത്ത് നിന്നാണോ സിം എടുത്തത് അവരെ ഓട്ടോമാറ്റിക് ആയിട്ട് സെലക്ട് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാനുവലി നിങ്ങളുടെ ഏത് സിം ആണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ നമ്പർ അടിച്ചു കൊടുത്താൽ അവർക്കത് മനസ്സിലായി, അത് ജിയോന്റെ നമ്പർ ആണെന്ന് മനസ്സിലായി. ഇപ്പൊ ജിയോന് പണം അയക്കേണ്ട പ്ലാറ്റ്ഫോമിലേക്ക് അവരെന്നെ എത്തിച്ചു. അപ്പോൾ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഓരോ പ്ലാനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ആ പ്ലാനുമ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് പണം ജിയോന് അയക്കാം. മുമ്പത്തെ മാതിരി പ്രൊസീഡ് ടു പേ അടിച്ചിട്ട് നമ്മുടെ UPI പിന്നും കാര്യങ്ങളും അടിച്ചാൽ നമുക്ക് ജിയോന് പണം സെൻഡ് ചെയ്യാം. അപ്പോൾ ഇനി അതുപോലെ നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ, നിങ്ങൾക്ക് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അക്കൗണ്ട് നമ്പർ, IFSC കോഡും റെസിപ്പിയൻ നെയിമും നിങ്ങൾക്ക് അടിച്ചാൽ അത് സാധിക്കും. എന്നിട്ട് ഈ കണ്ടിന്യൂ അമർത്തിയാൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യാനും കാര്യങ്ങളും എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി അതിനോട് സിമിലർ തന്നെയാണ് ബിൽ പേയ്മെന്റും. ബിൽ പേയ്മെന്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തിനാണ് പണം അടയ്ക്കേണ്ടത് എന്ന് അവർ കാണിക്കും. ഇപ്പോൾ DTHനാണോ, ഇലക്ട്രിസിറ്റി ബില്ലാണോ, അല്ലെങ്കിൽ അങ്ങനെ ബ്രോഡ്ബാൻഡ്, അതായത് വൈഫൈ കണക്ഷൻ്റെ ബില്ലാണോ, എന്തിൻ്റെ ബില്ലാണോ അടയ്ക്കേണ്ടത് അതിൻ്റെ ഒക്കെ ഇവിടെ ഉണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് മുമ്പത്തെ മാതിരി നമ്മൾ UPI പിന്നും കാര്യങ്ങളും അടിച്ചിട്ട് നമ്മുടെ പ്ലാൻ ചൂസ് ചെയ്ത് പേ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടതിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി പണം എങ്ങനെ സെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓരോ വീഡിയോസും ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ വളരെയേറെ നന്നായിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഫിൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.